അപ്പോൾ നാളെ രാവിലെ 5 മണിക്ക് പോകാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2-3 ഷർട്ടൊക്കെ ഇവിടെ ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നാളെ രാവിലെ 5 മണിക്കാണ് ട്രെയിന്. അപ്പം ഒരു 4:30 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. ഒരു അരമണിക്കൂർ ഇവിടെ നിന്നൊരു ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ അഖിൽ വരാമെന്ന് പറഞ്ഞു, എൻ്റെ ഫ്രണ്ടാണ് അഖിൽ വരാമെന്ന് പറഞ്ഞു. അപ്പം അവനുമായിട്ട് രാവിലെ പോകണം. ഒരു 4:30 ഇവിടെ നിന്ന് ഇറങ്ങി 5 മണിക്ക് ട്രെയിന്. ഇവിടെ വീട്ടിലാരുടെ പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് എന്താണ് എവിടെയാണ് പോകണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരു യാത്ര പോകണമെന്ന് മാത്രം പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. ഒറ്റ മൈൻഡിൽ അങ്ങ് ഇറങ്ങുകയാണ്. അപ്പോൾ ഹായ് ഗൈസ്, ഞാനിത് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ മണി 4:30 അപ്പോൾ എൻ്റെ ട്രിപ്പ് ഇവിടെ നിന്ന് സ്റ്റാർട്ടാവുകയാണ്. എന്താണ് എങ്ങനെയാണെന്ന് ഒരു പ്ലാനും ഇല്ലാതെ പോണ ഒരു ട്രിപ്പാണ്. അപ്പം പോണ വഴിക്ക് എന്തൊക്കെയാണോ തോന്നുന്നത് അതൊക്കെ ചെയ്ത് അങ്ങനെ പോവുക. ഇതാണ് എൻ്റെ ബാഗ്. ഏകദേശം നല്ല അത്യാവശ്യം കനമുള്ള ബാഗാണ്. കുറച്ച് തുണിയേ എടുത്തിട്ടുള്ളൂ, പക്ഷേ ഇത്ര വെയിറ്റ് എന്തിനെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ വണ്ടി കാത്തിരുന്നപ്പം എൻ്റെ കൂട്ടിന് വന്നിരുന്നതാണ്. 5:30 വരേണ്ട ട്രെയിനാണ്. ഇപ്പോൾ ഏകദേശം 6 മണിയായി. 6 മണി കഴിഞ്ഞ് 6:15. ഇവനും കൊണ്ട് എൻ്റെ കൂടെ. എന്താ അങ്ങനെ കുറേ നേരത്തിന് ശേഷം ഇവിടെ ഇപ്പോൾ താമ്പരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇന്നലെ 5 മണിക്ക് തുടങ്ങിയതാണ്. ഇന്ന് ഡേ 2 ആണ്. ഇന്നലെ അധികമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇന്നലെ ഏകദേശം ഒരു രാവിലെ വെളുപ്പിന് 4:30 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. 8:30 താമ്പരം എത്തി. പിന്നെ അവിടെ നിന്ന് താമ്പരത്തിൽ നിന്ന് നേരെ ഗുഡുവാഞ്ചേരി എന്ന് പറഞ്ഞൊരു ബസ്സിൽ കയറി. ഗുഡുവാഞ്ചേരി ഇറങ്ങി. അവിടെ എന്റെ കുഞ്ഞമ്മയുടെ മോൻ ശരത്ത് എന്ന് പറഞ്ഞൊരു കുഞ്ഞമ്മയുടെ മോനുണ്ട്. അപ്പൊ അവൻ എന്നെ വന്ന് പിക്ക് ചെയ്തിട്ട് ഇന്നലെ നേരെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയി. അവിടെയാണ് ഇന്നലെ സ്റ്റേ. അവിടെ ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം യൂണോ ഒക്കെ കളിച്ചിട്ട്, യൂണോ അതൊക്കെ കളിച്ചിട്ട് ഒരു 12-1 മണിയൊക്കെ ആയപ്പോ കടന്ന് ഉറങ്ങി. 6 മണിക്ക് എണീറ്റിട്ട് നേരെ അവിടെ നിന്ന് നേരെ അവൻ ഗുഡുവാഞ്ചേരി സ്റ്റേഷനിൽ കൊണ്ടുവിട്ട്, ഗുഡുവാഞ്ചേരിയിൽ നിന്ന് നേരെ എഗ്മോറിൽ ട്രെയിനിൽ കയറി. ഇപ്പോൾ എഗ്മോർ സ്റ്റേഷനിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ നിന്ന് 8:45 ട്രെയിൻ. ഇപ്പൊ മണി 8:30. 8:45 നിസാമുദ്ദീനിലോട്ടുള്ള ട്രെയിൻ ഉള്ളത്. അപ്പം ഇനി നേരെ 8:45 ട്രെയിൻ കയറിയ നാളെ വൈകിട്ട് 6 മണി അല്ലെങ്കിൽ 7 മണി ആകുമ്പോഴത്തേക്ക് നിസാമുദ്ദീൻ എത്തും. പിന്നെ നിസാമുദ്ദീൻ എത്തിയതിനു ശേഷം ബാക്കി പ്ലാനൊന്നും ഇല്ല. ഞാൻ ഒരു പ്ലാനും ചെയ്തിട്ടില്ല. ഇവിടെ നിന്ന് എഗ്മോറിൽ നിന്ന് നിസാമുദ്ദീനിലോട്ടുള്ള ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ബാക്കിയെല്ലാം വരുന്ന വഴി പോണ വഴിക്ക് ആ ഫ്ലോയിൽ അങ്ങ് പോകാന്നുള്ള കണക്കിന് നിൽക്കുകയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 7 നമ്മുടെ ട്രെയിന്. ഇനി ഞാൻ പ്ലാറ്റ്ഫോം നമ്പർ 1 നിൽക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നടക്കണം. 6-4-1 കന്യാകുമാരിയിലിருந்து ഹസ്രത്ത് നിസാമുദ്ദീൻ സെല്ലും. 9 മണിക്കാണ് ട്രെയിൻ. ലേറ്റാണ്. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് പടികേറി 7ാമത്തെ പ്ലാറ്റ്ഫോമിലെത്തിയിട്ട് വരാം. അങ്ങനെ ഞാൻ ട്രെയിനിൽ കയറി. അപ്പർ ബർത്താണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാവരും കിടന്ന് ഉറങ്ങണം. അതുകൊണ്ട് ഇപ്പം ഞാനും മുകളിൽ കയറി കിടന്ന് ഉറങ്ങണം. രാവിലെ ഉറക്കമൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് നേരം ഉറങ്ങാമെന്ന് വിചാരിച്ച്. അങ്ങനെ കുറച്ചൊരു ഉറക്കം ഉറങ്ങി എണീറ്റ് ഇപ്പോൾ ട്രെയിൻ ആന്ധ്രയിൽ കയറി. ആന്ധ്രയിൽ ഇനി ഒരു 3-3:30 ആകുമ്പോഴത്തേക്ക് വിജയവാഡ എത്തും. ഒന്നും കഴിച്ചില്ല, ഇതുവരെ ഫുഡൊന്നും കഴിച്ചില്ല. ഇങ്ങനെ മറ്റേ സൈറ്റ് വഴി ഒന്ന് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു, എന്തെങ്കിലും കഴിക്കാനായിട്ട്. ഫുഡൊന്നും എടുത്തില്ല, വിശക്കണം. മണി ഇപ്പം തന്നെ 12:30 ആയതേ ഉള്ളൂ. ഇപ്പോൾ വിശന്ന് തുടങ്ങി. എന്തെങ്കിലുമൊക്കെ കഴിക്കണം, നോക്കട്ടെ. വിജയവാഡയിൽ 3:30 ഫുഡ് കൊണ്ടുവരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 3:30 ഫുഡ് എത്തിയാൽ മതിയായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലെ ട്രെയിനിൽ ഫുഡ് ഓർഡർ ചെയ്യണത്. കറക്റ്റൊക്കെ ആയിട്ട് എത്തുമെന്ന് തമ്പുരാൻ അറിയാം.
എൻ്റെ ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ മോശം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എന്ന് പറയുന്ന ഒരേ ഒരു ഇതേ ഉള്ളൂ. എൻ്റെ ഇതിൽ വൈഡ് ക്യാമറ ഇല്ല. വൈഡ് വേണമെങ്കിൽ അങ്ങനെ നീട്ടി വെക്കണം. നീട്ടി വെക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും വല്ല പോസ്റ്റിൽ ഇടിച്ച് ഫോൺ അങ്ങ് പോകും. അത് വേണ്ട. താമരക്കുരുവിക്ക് തട്ടമിട്, തങ്കക്കിനാവിന് കമ്മലിട്. അങ്ങനെ കുറെ നാളിൻ്റെ എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു സോളോ ട്രിപ്പ് അടിക്കുക എന്ന് പറയുന്നത്. അത് ഇന്നാണ് സഫലമായത്. കൊറോണ സമയത്ത് പോകാൻ വേണ്ടി ഞാനൊന്ന് പ്ലാൻ ചെയ്തായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് രണ്ടുപേരായിട്ട് കാശ്മീരിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഒന്ന് പ്ലാൻ ചെയ്തായിരുന്നു. 2022 തോന്നുന്നു, കൊറോണ ടൈം കഴിഞ്ഞിട്ട്. പക്ഷെ അത് നടന്നില്ല. നമ്മൾ പ്ലാൻ ചെയ്ത് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചാൽ നടക്കൂല. പെട്ടെന്ന് ഷടപടയെന്നും പറഞ്ഞ് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ഷടപടയെന്നും പറഞ്ഞ് ബാഗും തൂക്കി ഇറങ്ങുകയാണെങ്കിൽ അത് നടക്കും. നമ്മളത് നവംബർ പ്ലാൻ ചെയ്തതാണ് കാശ്മീരിൽ പോകാനായിട്ട്. നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് വരെ പ്ലാൻ ചെയ്തു. 5 മാസം പ്ലാൻ ചെയ്തിട്ട് അത് നടന്നില്ല. ഇത് ഞാൻ ഒരാഴ്ച കൊണ്ട് ട്രെയിൻ ബുക്ക് ചെയ്ത് അന്ന് തന്നെ ബാഗ് ഞാൻ ഇത് ഇന്ന് വരണതിൻ്റെ തലേ ദിവസമാണ് 2 ഷർട്ടും വാങ്ങിച്ച് ഒരു ബാഗും എടുത്ത് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങിയത്. കയ്യിലാകപ്പാടെ 1500 രൂപയേ ഉള്ളൂ. 1500 രൂപ, വെറും 1500 രൂപ. ഈ 1500 രൂപയ്ക്കാണ് ഞാൻ ഇവിടെ നോർത്ത് ഇന്ത്യയിൽ പോണത്. ബാക്കി പൈസ എങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല. ബാക്കി എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കാം, അത് നമുക്ക് നോക്കാം. പോണ വഴിക്ക് എങ്ങനെയെങ്കിലൊക്കെ പൈസ സെറ്റാക്കാം, അത് പ്രശ്നമില്ല. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിന് ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പില്ല. ആകപ്പാടെ 2 ദിവസത്തിൽ 10-12 സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ. വിദൂരതയിൽ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം, പാടത്ത് ട്രാക്ടർ, പക്ഷികൾ, ട്രെയിൻ, കൊള്ളാം. ഗൈസ്, ഇവിടെ ഇപ്പം ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. എന്നുവെച്ചാൽ ഒരു ചേച്ചിയുടെ കൊച്ചിനെ മിസ്സിങ് ആയെന്നും പറഞ്ഞിട്ട് ചെയിൻ വലിക്കാൻ വേണ്ടി നോക്കി. പക്ഷേ ഇവിടുത്തെ ഈ ഫുഡ് കൊണ്ടുപോകുന്ന ആളുകളൊക്കെ വേണ്ട, വലിക്കരുത്, അതൊക്കെ കള്ളമാണ്, അവർ ട്രെയിൻ നിർത്തിയിട്ട് ഇറങ്ങി ഓടാനുള്ള പരിപാടിയൊക്കെയാണ്, അങ്ങനെയാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ചെയിൻ വലിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. ഇവിടെ വേറെ കുറച്ച് ഹിന്ദിക്കാരെ പയ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ ചെയിൻ വലിച്ച് നിർത്തിയിട്ട് ചേച്ചി ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെയിനും എടുത്തു. എന്തായെന്നൊന്നും അറിയത്തില്ല. പിന്നെ ഹിന്ദി ആയതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാനാണെങ്കിൽ പിന്നെ വേറൊരു കൊച്ചിൻ്റെ അടുത്ത് ചോദിച്ചപ്പം ആ കൊച്ചി ഇംഗ്ലീഷിൽ ഇപ്പോൾ എന്തൊക്കെയോ പറഞ്ഞാണ് എനിക്ക് മനസ്സിലായത് മിസ്സിങ് ആണെന്ന്. തുടങ്ങിയതേ ഉള്ളൂ, അതിന് മുന്നേ ഒരു കൊച്ച് മിസ്സായി. അവസാനം വിജയവാഡ വന്നിരിക്കുകയാണ്. വിജയവാഡ ഇവിടെ ആളുകളെല്ലാം ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ മധ്യപ്രദേശിലുള്ളതാണ്. MP बागेश्वर धाम नाम सुना होगा। बागेश्वर धाम पंडित धीरेन्द्र शास्त्री, हाँ सुना है नाम? हाँ, हम लोगों के पास में ही है बागेश्वर धाम। ഇവര് മോള് പോണ്ടിച്ചേരിയിൽ ഒരു ഡോക്യുമെൻറ്റേഷന് വന്നതാണ്. ഇന്ന് പോകണം. വിജയവാഡയിൽ ഇറങ്ങിയിട്ട് ഫുഡ് നോക്കി, പക്ഷെ കിട്ടിയില്ല. ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് വന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനാണെങ്കിൽ ഇറങ്ങിയിട്ട് വേറൊരു ഫുഡ് വാങ്ങിച്ചിട്ട് ട്രെയിൻ എടുക്കാൻ സമയമായപ്പം ഓർഡർ ചെയ്ത ഫുഡ് വന്നു. അങ്ങനെ മൊത്തം 2 ബിരിയാണി വന്നു. അപ്പോൾ ഇപ്പം ഞാനാണെങ്കിൽ പുറത്തുനിന്ന് ഇറങ്ങി വാങ്ങിച്ച ബിരിയാണി കഴിച്ചിട്ട് ഓർഡർ ചെയ്ത ബിരിയാണി രാത്രി കഴിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതാണ് ഇവിടെ നിന്ന് കിട്ടിയ ബിരിയാണി. 100 രൂപയ്ക്ക് ഒരു പീസ് ചിക്കനും, പക്ഷേ ഒരു 100 രൂപയ്ക്ക് ഒരു പീസ് ചിക്കനും ബിരിയാണിയും കൊള്ളൂല. അങ്ങനെ രാത്രിയായി, ഏകദേശം ഒരു 8:30 ഇപ്പം എവിടെ എത്തിയൊന്നൊരു പിടിയില്ല. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കടന്നു. ഞാൻ ഫുഡ് കഴിച്ചില്ല. ഞാൻ ഉച്ചയ്ക്ക് വാങ്ങിച്ചൊരു ബിരിയാണി ഉണ്ട്. അപ്പോൾ ആ ബിരിയാണി വേണം ഇന്നിന് കഴിക്കാനായിട്ട്. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കും മധ്യപ്രദേശിൽ നിന്ന് ഒരു കുട്ടിയെ പരിചയപ്പെട്ടു. പിന്നെ നമ്മൾ കുറച്ച് ഇംഗ്ലീഷിൽ കുറച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. കുറച്ചല്ല, ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നെപ്പറ്റി അവളടുത്തും പറഞ്ഞു, അവളെപ്പറ്റി എൻ്റെ അടുത്തും പറഞ്ഞു. കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് വെറുതെ ചുമ്മാ ചിരിച്ചാട്ടായിരുന്നു. അപ്പം വേറെ അതുകൊണ്ട് ബോറടിച്ചില്ല കേട്ടോ. ഡൽഹിയിൽ പോയിട്ട് മുടിയും താടിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യണം. ഇറങ്ങുമ്പോൾ തിരിക്കുമ്പോൾ അവിടെ നിന്ന് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ നടന്നില്ല. പ്രശ്നം അതല്ല, അവരെല്ലാവരും പറയണമെന്ന് വെച്ചാൽ നാഗ്പൂർ കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണെന്നാണ് പറഞ്ഞത്. അവരെല്ലാവരും 2 ഹുഡി 3
ടീഷർട്ട്, സോക്സ്, മറ്റേ തലയിൽ കെട്ടുന്ന ഷോൾ അതെല്ലാം കൊണ്ടുവന്നു. ഞാൻ ആകപ്പാടെ ഇവിടെ ഈ ഹാഫ് സ്ലീവ് ടീഷർട്ട് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആകപ്പാടെ. പിന്നെ ഒരു ബെഡ്ഷീറ്റ്. ഇവിടെ 1 മണിക്ക് നാഗ്പൂർ എത്തും. നാഗ്പൂർ കഴിഞ്ഞാൽ പിന്നെ ഒടുക്കത്തെ തണുപ്പെന്ന് പറയണം. എനിക്ക് അറിഞ്ഞുകൂടാ തണുത്ത് ഞാനിവിടെ മരവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഇനി നോക്കാം, എന്തായാലും നോക്കാം. എൻ്റെ ഒരു ഫുൾ സ്ലീവ് ടീഷർട്ടുണ്ട്, പറ്റുമെങ്കിൽ അതെടുത്തിടാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ, തണുപ്പ് കുറച്ച് പോവാം. ബെഡ്ഷീറ്റിന് പുറത്ത് മൂടി ഇവിടെ കിടക്കാം. നോക്കാം, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. നമ്മൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അവിടെ നിന്ന് ബാഗും തൂക്കിയിട്ട് ഇറങ്ങിയത്. പിന്നെ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാം. വരുന്നിടത്ത് വെച്ച് ഒറ്റ മൈൻഡ് ട്രാവലർ. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് വരെ ഒറ്റ മൈൻഡ് ട്രാവലർ. എന്തായാലും വരുന്നിടത്ത് വെച്ച്